നമസ്കാരം. കാത്തിരിപ്പിന് വിരാമം. ബ്രസീലിൽ പന്തുരുളാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ലോകം ഫുട്ബോൾ ലഹരിയിൽ അമർന്നു കഴിഞ്ഞു. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്തിനുമേൽ പന്തുരുളാൻ ഇനി നിമിഷങ്ങൾ മാത്രം. എല്ലാ കണ്ണുകളും ബ്രസൂക്കയിലേക്ക്. ആദ്യ മത്സരം ബ്രസീലും ക്രൊയേഷ്യയും തമ്മിൽ. ഉദ്ഘാടന ചടങ്ങുകൾ സാവോ പോളോയിലെ കൊറിന്ത്യസ് അരീനയിൽ. ഛത്തീസ്ഗഡിലെ ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ വാതക ചോർച്ച. 5 പേർ മരിച്ചു, 34 പേർക്ക് പരിക്ക്. 11 പേരുടെ നില ഗുരുതരം. വീട്ടുജോലിക്കാരടക്കമുള്ളവരുടെ അവകാശ സംരക്ഷണം സംബന്ധിച്ച് UAE വിദേശ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. മനുഷ്യാവകാശം സംരക്ഷിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. മസീറ ദ്വീപിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിത്തുടങ്ങി. കുവൈറ്റിൽ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണത്തിൽ ഇളവ്. ഗവർണറേറ്റിലെ ട്രാഫിക് ഡയറക്ടർമാർക്കും വിദേശികളുടെ ലൈസൻസ് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാം. ഉത്തരവ് പുറത്തിറങ്ങി. റംലാൻ നോമ്പുകാലത്ത് ഖത്തറിൽ അവശ്യ സാധനങ്ങൾക്ക് വില കുറയും. വിലക്കുറവ് വരുത്താൻ ഖത്തർ സാമ്പത്തിക വാണിജ്യകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഭക്ഷ്യഭക്ഷ്യേതര വിഭാഗങ്ങളിൽപ്പെട്ട 400ഓളം സാധനങ്ങൾക്ക് വില കുറയും. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടുജോലിക്കാരടക്കമുള്ളവരുടെ അവകാശ സംരക്ഷണം സംബന്ധിച്ച് UAE വിദേശകാര്യ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. മനുഷ്യാവകാശം സംരക്ഷിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വീട്ടുജോലിക്കാരടക്കമുള്ളവരുടെ തൊഴിലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വീട്ടുജോലിക്കാരുടെ സംരക്ഷണത്തിനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി UAEയിലെ വീട്ടുജോലിക്കാരുടെ സംരക്ഷണത്തിനുള്ള അവകാശങ്ങൾ എന്ന തലക്കെട്ടിൽ ലഘുകുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷന്റെ ഭാഗമാണ് UAE. വീട്ടുജോലിക്കാരടക്കമുള്ള താൽക്കാലിക ജോലിക്കാരുടെ അവകാശങ്ങൾക്ക് കരാറുകളിലൂടെ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തൊഴിലുടമകളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട്. മനുഷ്യക്കടത്തിനെതിരായ പോരാട്ടത്തിന് UAE പ്രതിജ്ഞാബദ്ധമാണ്. മനുഷ്യക്കടത്ത് വിരുദ്ധ നിയമം ഗൾഫ് മേഖലയിൽ ആദ്യമായി നടപ്പാക്കിയത് UAE ആണ്. ഇതോടൊപ്പം മനുഷ്യക്കടത്തിനെതിരെ പോരാടാൻ ദേശീയ സമിതി രൂപവൽക്കരിക്കുകയും ചെയ്തു. വീട്ടുജോലിക്കാർക്ക് എല്ലാവിധ സംരക്ഷണവും സഹായവും ലഭ്യമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയവും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുതുതായി നിലവിൽ വരുന്ന വീട്ടുജോലിക്കാരെ സംബന്ധിച്ച നിയമത്തിൽ അവകാശങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. വീട്ടുജോലിക്കാരും തൊഴിലുടമകളും തമ്മിലെ ബന്ധം സംബന്ധിച്ച് കൃത്യമായ നിർവചനം നിയമത്തിലുണ്ട്. ജോലിയുടെ സ്വഭാവം, ശമ്പളം, വാർഷികാവധികൾ, യാത്രാ ടിക്കറ്റുകൾ, നിത്യജീവിതത്തിനുള്ള സൗകര്യങ്ങൾ, മികച്ച പെരുമാറ്റം, ആരോഗ്യ സംരക്ഷണം, മരണപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികൾ, കരാർ കാലാവധി, ഇരു കക്ഷികളും തമ്മിൽ തർക്കങ്ങളുണ്ടായാലുള്ള കാര്യങ്ങൾ തുടങ്ങിയവ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ നിലവിൽ വന്ന പുതുക്കിയ തൊഴിൽ കരാർ പ്രകാരം ഇരു കക്ഷികളുടെയും കടമകളടക്കം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് സർവീസ് സിസ്റ്റം വഴി എല്ലാവർക്കും കരാർ ലഭിക്കും. സിവിൽ, ക്രിമിനൽ, മനുഷ്യക്കടത്ത് തടയൽ നിയമങ്ങൾ പ്രകാരവും വീട്ടുജോലിക്കാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ നിരീക്ഷിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഛത്തീസ്ഗഡിലെ ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറിയെ തുടർന്ന് വാതക ചോർച്ച. 5 പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റ 34 പേരിൽ 11 പേരുടെ നില ഗുരുതരമാണ്. നിലയത്തിലെ പൈപ്പിനകത്തുണ്ടായ പൊട്ടിത്തെറിയാണ് വാതക ചോർച്ചയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. നാനോക് ചുഴലിക്കാറ്റ് ആദ്യമെത്തുമെന്ന് കരുതുന്ന മസീറ ദ്വീപിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിത്തുടങ്ങി. ഒമാന്റെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് 95 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മസീറ. 12 ഗ്രാമങ്ങളിലായി ഏകദേശം 12,000-ലധികം പേർ ദ്വീപിൽ താമസിക്കുന്നുണ്ട്. മലയാളികളടക്കം 100 കണക്കിന് ഇന്ത്യക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. മസീറയിൽ നിന്ന് ഏതാണ്ട് 700 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നാനോക്ക് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. ഈ മാസം 15-ന് കാറ്റ് ഒമാൻ തീരത്ത് ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ജനങ്ങൾ മാറി തുടങ്ങി. 75% ദ്വീപ് നിവാസികളും ഒമാന്റെ പ്രധാന ഭൂപ്രദേശത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായി മസീറയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി മുഹമ്മദ് ഷാഫി മീഡിയ 1-നോട് പറഞ്ഞു. 15-ാം തീയതി കാറ്റടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരില് ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടുത്തെ ഒമാനികൾ, ഫാമിലിക്കാരെ ഒരു 70% ആൾക്കാർ ഇവിടെ ഇന്നലെ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ
അതിനുശേഷം ഞങ്ങൾ കാത്തിരിക്കുന്നു പറഞ്ഞാല് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന് മാറി താമസിക്കണം, മാറി പോകണമെന്ന് പറഞ്ഞിട്ട്. അതിനാല് ഞങ്ങള് ഈ 15-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്ത് പോകാനായിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മസീറ കഴിഞ്ഞാൽ റാസൽ ഹദ്, റാസൽ മദ്രക്ക എന്നീ തീരങ്ങളിലാണ് കാറ്റ് വീശുക. മസ്കത്ത്, തെക്കൻ ഷർക്കിയ, വടക്കൻ ഷർക്കിയ, വുസ്ത ഗവർണറേറ്റുകളിൽ അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. ദേശീയ ടെലിവിഷൻ ഇത് സംബന്ധിച്ച അറിയിപ്പ് നിരന്തരം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ആശുപത്രികൾ, സിവിൽ ഡിഫൻസ്, പോലീസ് എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഉന്നതതല യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിൽ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണത്തിൽ ഇളവ്. ഗവർണറേറ്റിലെ ട്രാഫിക് ഡയറക്ടർമാർക്കും വിദേശികളുടെ ലൈസൻസ് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാം. ട്രാഫിക് മേധാവി മേജർ ജനറൽ അബ്ദുള്ള അൽ മുഹന്നയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ട്രാഫിക് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ആയിരിക്കെ ഇപ്പോഴത്തെ പൊതുസുരക്ഷാ മേധാവി കേണൽ അബ്ദുൽ ഫത്താഹ് അലി നടപ്പാക്കിയ പരിഷ്കരണമാണ് പിൻഗാമിയായി എത്തിയ അബ്ദുള്ള അൽ മുഹന്ന എടുത്തുകളഞ്ഞത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ലൈസൻസ് സ്വന്തമാക്കാൻ വിദേശികൾ ഗവർണറേറ്റുകളിലെ ട്രാഫിക് കാര്യാലയങ്ങളിലെയും സേവന കേന്ദ്രങ്ങളിലെയും ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നേരത്തെ ലൈസൻസ് വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെ സൂക്ഷ്മ പരിശോധനയും ഒപ്പം കൂടാതെ വിദേശികൾക്കും പൗരത്വരഹിതർക്കും ലൈസൻസ് അനുവദിക്കരുത് എന്നായിരുന്നു നേരത്തെ അബ്ദുൽ ഫത്താഹ് അലിയുടെ ഉത്തരവ്. ഈ ഉത്തരവാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ വിദേശികളുടെയും ബിദൂനികളുടെയും അപേക്ഷകൾ കൂടി സേവന കേന്ദ്രങ്ങളിലും ട്രാഫിക് കാര്യാലയങ്ങളിലും സ്വീകരിക്കും. അതേസമയം ലൈസൻസ് മാനദണ്ഡങ്ങൾ നിലവിലെ അവസ്ഥയിൽ തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി അറേബ്യയിലേക്ക് ജോലിക്കാരെ അയക്കുന്ന രാജ്യങ്ങളിൽ ഇടനിലക്കാരുടെ അനാവശ്യ ഇടപെടൽ നിയന്ത്രിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദ് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും നിരക്കാത്ത ഇടപെടലാണ് മധ്യസ്ഥ ഇടപെടലിലൂടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അന്താരാഷ്ട്ര തൊഴിൽ പരിശോധനാ അസോസിയേഷനിൽ സൗദി അംഗത്വമെടുത്തു. 100-ലധികം രാജ്യങ്ങൾ സൗദി അറേബ്യയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. തൊഴിലാളികളെ റിക്രൂട്ടിംഗ് നടപടികൾ ലളിതമാക്കി നിയമാനുസൃതമായി സൗദിയിലെത്താനുള്ള മാർഗം തൊഴിലാളികളെ അയക്കുന്ന രാജ്യങ്ങൾ സംവിധാനിക്കണം. ഇതിന് റിക്രൂട്ടിംഗ് ഏജൻസികൾ പോലുള്ള ഇടനിലക്കാരുടെ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കണമെന്നും ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദ് പറഞ്ഞു. ജനീവയിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സൗദിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വിപണിയെ നിയമാനുസൃതമാക്കുന്നതിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി നടത്തിയ പ്രവർത്തനങ്ങൾ. വീട്ടുജോലിക്കാരടക്കമുള്ള മുഴുവൻ വിദേശ ജോലിക്കാരെയും ആദരവോടെയാണ് സൗദി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ തൊഴിൽ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തൊഴിൽ പരിശോധനാ അസോസിയേഷനിൽ സൗദി അംഗത്വമെടുത്തതായി മന്ത്രാലയം പരിശോധന വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ പറഞ്ഞു. 1971 രൂപീകൃതമായ അസോസിയേഷനിൽ 100-ലധികം രാജ്യങ്ങൾ അംഗങ്ങളാണ്. ആഗോള ഗുണനിലവാരം അനുസരിച്ച് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ താൽപര്യം പരിഗണിച്ചുള്ള പരിശോധനാ രീതിയാണ് അസോസിയേഷൻ പിന്തുടരുന്നത്. ഇതോടെ തൊഴിൽ വിപണിയും തൊഴിൽ പരിശോധനയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരും. മീഡിയ 1, റിയാദ്. 10 മാസം മുമ്പ് നാട്ടിലേക്ക് അവധിക്ക് പോയ സുഹൃത്ത് ഇനിയൊരിക്കലും മടങ്ങിവരില്ല എന്ന വാർത്തയറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് കുവൈറ്റിൽ കഫ്റ്റീരിയ നടത്തുന്ന കോഴിക്കോട് ഏലത്തൂർ സ്വദേശി ബഷീർ. ഇദ്ദേഹത്തിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായിരുന്നു മക്കളാൽ വധിക്കപ്പെട്ട താമരശ്ശേരി കൊരങ്ങാട് സ്വദേശിയായ അബ്ദുൽ കരീം. 23 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ കരീം കുവൈത്തിലെ ഫിർദൌസിൽ കഫ്റ്റീരിയ ജോലിക്കാരനായി എത്തിയതു മുതൽ തുടങ്ങിയതാണ് എലത്തൂർ സ്വദേശി ബഷീറുമായുള്ള സൗഹൃദം. പിന്നീട് ഇരുവരും ബിസിനസ്സിൽ പങ്കാളികളുമായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ നാട്ടിലേക്ക് അവധിക്ക് പോയ സുഹൃത്തിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ കുടുംബവഴക്കോ മറ്റോ കാരണം മാറി നിൽക്കുന്നതാകാമെന്ന വിശ്വാസത്തിലായിരുന്നു ബഷീർ. ഒരു കൊല്ലത്തിന് ഒരു 10-11 മാസമായിട്ടുണ്ടാവും. നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ നിന്ന് മിസ്സായി എന്നുള്ളതാണ് അറിയുന്നത്. ഈ മിസ്സായി എന്നുള്ള അറിഞ്ഞിട്ടോ നമ്മൾ തൽക്കാലത്തേക്ക് എന്തോ മാറി നിൽക്കുക, എന്തോ ഫാമിലി പ്രശ്നം ഉണ്ടായിട്ടാണോ അതല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നം കൊണ്ട് മാറി നിൽക്കുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പം തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ ഈ ന്യൂസിലൂടെയൊക്കെ വിവരം അറിയുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് കരീമിൻ്റെ മക്കളൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ അത് അതിനേക്കാളും കൂടുതലൊരു വിഷമമായി. കരീമിനെ കുവൈത്തിലേക്ക് കൊണ്ടുവന്ന ഭാര്യ സഹോദരൻ സുലൈമാനും കൊലപാതക വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു വാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനിയിപ്പോൾ പെങ്ങളെയും മക്കളെയും കാര്യം, ചെറിയ 10ാം ക്ലാസ് പഠിക്കുന്നൊരു മോളുണ്ട്, അവളൊക്കെ കാര്യം വിചാരിച്ച് നോക്കുമ്പോൾ എന്താ ഇനി സംഭവിക്കാൻ പോകുക എന്ന് പറയാൻ കഴിയില്ല. കാരണം ചെറിയ കുട്ടിയാണ്, ഒന്നും തിരിയാത്ത. കരീമിനെ കാണാതായതായി കാണിച്ച് മക്കളായ മിഥിലജും ഫിർദൌസും കഴിഞ്ഞ സെപ്റ്റംബറിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് കരീമിന്റെ സഹോദരങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതും മക്കൾ തന്നെയാണ് ഘാതകർ എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നതും. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.
യൂത്ത് ഇന്ത്യ കുവൈത്ത് റമലാനിലെ ആദ്യ വെള്ളിയാഴ്ച ഇഫ്താർ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ കെയ്ത്താൻ അൽഗാനി മസ്ജിദിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മലേഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ യൂസഫ് മുഖ്യാതിഥിയായിരിക്കും. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ കുട്ടികൾക്കായി കളിച്ചങ്ങാടം എന്ന പേരിൽ വിനോദ വിജ്ഞാന പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ അമ്മാൻ ബ്രാഞ്ചിലാണ് പരിപാടി. MSM സംസ്ഥാന പ്രസിഡന്റ് ടി കെ തുൽഹത്ത് സുലാഹി, MSM ക്യാമ്പസ് വിംഗ് ചെയർമാൻ PK അജത് മദനി എന്നിവർ നേതൃത്വം നൽകും. സുരക്ഷാ പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ കുടുങ്ങരുതെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതുസുരക്ഷാ വിഭാഗം മേധാവി കേണൽ അബ്ദുൽ ഫത്താഹ് അലിയുമായി കോൺസുലർ കൂടിക്കാഴ്ച നടത്തിയതായും എംബസി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച ജലീബ്, ഫർവാനിയ മേഖലകളിൽ നിന്ന് 820 വിദേശികളെ പോലീസ് പിടികൂടിയതോടെയാണ് പ്രവാസി സമൂഹം ആശങ്കയിലായത്. ഈ പശ്ചാത്തലത്തിലാണ് പ്രവാസി ഇന്ത്യക്കാരുടെ ഭീതി അകറ്റാൻ എംബസി പ്രത്യേക പത്രക്കുറിപ്പിറക്കിയത്. പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുൽ ഫത്താഹ് അലിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പരിശോധനാ ക്യാമ്പയിനെ ചൊല്ലി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അകറ്റാൻ എംബസി മുന്നോട്ട് വന്നിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാരെക്കുറിച്ച് വാണിജ്യ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്ന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരക്കാരെ പിടികൂടാൻ റെയ്ഡ് നടത്തിയതെന്ന് സുരക്ഷാ മേധാവി കോൺസുലർ ബലറാം ഉപാധ്യായയെ അറിയിച്ചതായി എംബസി പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി. ദിവസങ്ങളോളം പോലീസ് പ്രദേശം നിരീക്ഷിക്കുകയും രഹസ്യമായി വീഡിയോയിൽ പകർത്തുകയും ചെയ്ത ശേഷം വഴിവാണിഭത്തിൽ ഉൾപ്പെട്ടവരെ മാത്രമാണ് പിടികൂടിയത്. പോയവാരം പിടിയിലായവരിൽ 100 പേരൊഴികെ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്തു വിട്ടയച്ചു. ഒളിച്ചോടൽ പരാതിയുള്ളതായി ബോധ്യപ്പെട്ടാൽ അക്കാര്യം തൊഴിൽ വകുപ്പിനെ അറിയിക്കണം. സ്പോൺസറുടെ അനുമതി പത്രമില്ലാതെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യരുത്. രാത്രികാലങ്ങളിൽ സിവിൽ വേഷത്തിൽ പരിശോധനയ്ക്കെത്തുന്നവരോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടാം. സംശയം തോന്നിയാൽ 102 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് സഹായം തേടാം തുടങ്ങിയ കാര്യങ്ങളാണ് സുരക്ഷാ മേധാവി എംബസിയെ ധരിപ്പിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. റംലാൻ നോമ്പുകാലത്ത് ഖത്തറിൽ അവശ്യ സാധനങ്ങൾക്ക് വില കുറയും. റംലാൻ പ്രമാണിച്ച് വിലക്കുറവ് വരുത്താൻ ഖത്തർ സാമ്പത്തിക വാണിജ്യകാര്യ മന്ത്രാലയമാണ് തീരുമാനിച്ചത്. ഭക്ഷ്യഭക്ഷ്യേതര വിഭാഗങ്ങളിൽപ്പെട്ട 400ഓളം സാധനങ്ങൾക്കും ചെമ്മരിയാടുകൾക്കുമാണ് വില കുറക്കുക. ജൂൺ 22 മുതൽ റമദാൻ തീരുന്നതുവരെ അവശ്യ സാധനങ്ങൾക്ക് വിലക്കുറവ് വരുത്താനാണ് ഖത്തർ സാമ്പത്തിക വാണിജ്യകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾക്കാണ് വിലക്കുറവ് ഉണ്ടാവുകയെങ്കിലും അവശ്യവസ്തുക്കളുടെ ഇനങ്ങളിൽപ്പെട്ട ഭക്ഷ്യേതര വസ്തുക്കൾക്കും വില കുറയ്ക്കുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ അൽബീരയും റമദാനോടനുബന്ധിച്ച് അവശ്യവസ്തുക്കളായ 1000ഓളം ഇനങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ പേരുവിവരം വിൽപ്പനശാലകളിൽ പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കും. കൂടാതെ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഈ വിവരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കും. അറേബ്യൻ നാടുകളിൽ നിന്ന് റമദാനിൽ മാത്രം 27,000 ചെമ്മരിയാടുകളെയാണ് രാജ്യം ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി വിദാം ഫുഡ് കമ്പനിയുമായി കരാറിൽ എത്തിക്കഴിഞ്ഞു. രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ കുറഞ്ഞ വിലക്ക് ആടുകളെ വിതരണം ചെയ്യാനും സംവിധാനമുണ്ട്. സിറിയൻ ചെമ്മരിയാടിന് 950 റിയാലും ജോർദാൻ ആടിന് 800 റിയാലുമാണ് വില ഈടാക്കുക. പുതിയ വിലക്കുറവ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. ഷാർജ മ്യൂസിയം വകുപ്പിന്റെ കീഴിൽ റമലാനെ വരവേൽക്കാൻ ഫഗുൽ ലൈല എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. പരമ്പരാഗത ശൈലിയിലുള്ള റമലാനെ വരവേൽക്കാനുള്ള ഹഗുൽ ലൈല പരിപാടിയിൽ ധാരാളം അറബ് കുടുംബങ്ങൾ പങ്കെടുത്തു. കുട്ടികളുടെ പരിപാടികളാണ് മിഡ് ഷബാൻ പരിപാടിയിലെ മുഖ്യ ആകർഷകം. ചെറിയ കുട്ടികൾ വിവിധ പരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിച്ചു. പരമ്പരാഗത ശൈലിയിൽ തയ്യാറാക്കിയ കൂടാരത്തിലായിരുന്നു ഈ മാസം അവസാനം ആരംഭിക്കാൻ പോകുന്ന റമലാൻ നാളുകളെ സ്വാഗതം ചെയ്യുന്ന ഹഗുൽ ലൈല നടന്നത്. ഷാർജ കൽബയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് കോർക്കൽബ, കൽബ, കോർണിഷ് എന്നിവിടങ്ങളിൽ കടൽവെള്ളം കരയിലേക്കും റോഡിലേക്കും ഇരച്ചുകയറി. തീരത്തെ റോഡുകൾക്ക് പോലീസ് ബ്ലോക്ക് ചെയ്ത് ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ്. കൂടുതൽ ജനവാസമുള്ള പ്രദേശമായതിനാൽ പോലീസ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാനിലുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് കൽബയിൽ കടൽക്ഷോഭം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. വേനൽ അവധിയിലും റമലാനിലും മക്കയിലും എത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ട്രാഫിക് രംഗത്ത് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി മക്ക ട്രാഫിക് മേധാവി ജനറൽ സുലൈമാൻ അൽ ജുമയ്യ പറഞ്ഞു. മക്കയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കൂടുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും വാഹനങ്ങൾക്കായി പ്രവേശന കവാടങ്ങൾക്കടുത്ത് പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുമായി സഹകരിച്ച് മുഴുവൻ സമയ ബസ് ചെയിൻ സർവീസ് നടത്തും. റോഡുകൾ, ട്രാഫിക് സിഗ്നലുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവിടങ്ങളിൽ കൂടുതൽ ട്രാഫിക് പോലീസുകാരെ നിയോഗിക്കുമെന്നും മക്ക ട്രാഫിക് മേധാവി